Hello friends, I am Ramees Ali. Welcome to my video. Today I design a video plan to share this video. This video we make cost to work നമുക്ക് വേണ്ട സൗകര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് അതായത് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ്. അതിലും ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പേസ് പ്ലാനിങ് അല്ലെങ്കിൽ സ്പേസ് മാനേജ്മെന്റ് ആണ്. നല്ല രീതിയിൽ സ്പേസ് മാനേജ്മെന്റ് ചെയ്ത ഒരു പ്ലാൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കാരണം നമുക്ക് വേണ്ടതിലും കൂടുതൽ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ സ്ക്വയർ ഫീറ്റ് വളരെയധികം കുറച്ചുകൊണ്ട് ഏരിയ വളരെയധികം കുറച്ചുകൊണ്ട് ഒരു പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അത്തരത്തിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു വീടിന്റെ പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് ഈ വീഡിയോയിൽ. ഇതാണ് നമ്മുടെ പുതിയ വീട്. ഈ വീടിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1702 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് ബഡ്ജറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. എന്നാൽ കൂടി അതിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലാൻ കാണാം. വീടിന്റെ പുറത്ത് നിന്ന് അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഈ സിറ്റൗട്ടിലേക്കാണ്. സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ ഫോയർ സ്പേസിലേക്കാണ്. ഫോയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിലേക്ക് വെളിച്ചം കിട്ടാനായി വിൻഡോസ് ഈ രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. ഫോയറിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ്. ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് ഒരു സ്റ്റോറും ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സ്റ്റെയർ കേസ് ഇവിടെയാണ്. സ്റ്റെയർ കേസിന്റെ താഴെയായിട്ടാണ് വാഷ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം 2 ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിലേക്ക് വെളിച്ചം കിട്ടാനായി ആവശ്യത്തിന് വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിന് അത്യാവശ്യം വെളിച്ചവും കാറ്റും എല്ലാം കിട്ടാനായിട്ട് വിൻഡോസ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ഡ്രസ്സിംഗ് റൂം ആൻഡ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഈ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി വീടിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഫേസ് ചെയ്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. ബാൽക്കണിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സീൻ ബിലോ ആണ്. അവിടെ നിന്നാൽ അതിലൂടെ നോക്കിയാൽ നമുക്ക് കോർട്ട്യാർഡ്, താഴെ കോർട്ട്യാർഡ് കാണാം. അത് കവർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വിൻഡോസ്, ഗ്ലാസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് വിൻഡോസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് ലിവിംഗ് റൂം കാണാം. ലിവിംഗ് റൂം ഡബിൾ ഹൈറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ബെഡ്റൂംസും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വെളിച്ചം കിട്ടാനായി ആവശ്യത്തിന് വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നു. അതേപോലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലേക്ക് കാറ്റും വെളിച്ചം കിട്ടാനായിട്ട് വിൻഡോസ് എല്ലാം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് കോമൺ ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ കോമൺ ആയിട്ടുള്ള ഈ ടോയ്ലറ്റ് തന്നെയാണ് ഈ 2 ബെഡ്റൂമിനും വേണ്ടി കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഈ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ടോയ്ലറ്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ വലിയൊരു ഓപ്പൺ ടെറസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഈ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഈ പ്ലാനിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ഡോർ കൊടുത്തിരിക്കുന്നത്.
വിചാരിക്കുന്നു. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1100 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 602 സ്ക്വയർ ഫീറ്റുമാണ്. ടോട്ടൽ ഏരിയ 1702 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് നിർമ്മിക്കാനുള്ള ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഏകദേശം 25 ലക്ഷം രൂപയാണ്. അപ്പം ഈ വീടും പ്ലാനും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.